ഒരു ട്രെയിൻ യാത്രക്കാരന്റെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റം. സാധനം വാങ്ങിയ ശേഷം പണം നൽകാതെ ട്രെയിനിൽ കയറി. സഞ്ചരിച്ചു തുടങ്ങിയ ട്രെയിനിന്റെ പിന്നാലെ തന്റെ പണം ആവശ്യപ്പെട്ട കച്ചവടക്കാരൻ ആ ട്രെയിൻ പ്ലാറ്റ്ഫോം വിടുന്നത് വരെ ഒരുപാട് ദൂരം ഓടി. പക്ഷെ എന്നിട്ടും പണം നൽകാൻ തയ്യാറാകാതെ അയാൾ മുങ്ങി. ആദ്യ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. अरे दे दो ना भाई। তোমার নাম্বার বলো, আমি নিয়ে নিচ্ছি, টাকা পাঠাই দেবো। এই নাম্বারটা কইলা না? തത്സമയം അബി ശരിക്കും കച്ചവടക്കാരനെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ചെറിയ ആൺകുട്ടിയാണത്, ഒരു യുവാവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ജോലി ചെയ്ത് അദ്ദേഹം ജോലി ചെയ്ത് ആ ജോലി ചെയ്തതിനുള്ള പണമാണ് ആവശ്യപ്പെടുന്നത്. അത് നൽകാതെയാണ് വാഹനത്തിൽ കയറി പോകുന്നത്. നമ്മളൊക്കെ എന്തിനാണ് ജോലി എന്ത് സന്തോഷത്തിൽ ജോലി ചെയ്ത് അതുകൊണ്ട് കിട്ടിയ പണം കൊണ്ട് സന്തോഷമായി ജീവിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അത് നടക്കുന്നില്ല. ആ ജോലി ചെയ്തതിന് കൂലി പോലും കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ ട്രെയിനിന്റെ അടുത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം, ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ ആകുമ്പോൾ അതിന് പിന്നാലെ പോകുമ്പോൾ എന്തെങ്കിലും അപകടം നടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിനെ ഒന്നും വകവയ്ക്കാതെ ആ ട്രെയിനിന്റെ പിന്നാലെ അങ്ങനെ ഓടുന്നുണ്ടെങ്കിൽ ആ പണം അയാൾക്ക് അത്രത്തോളം വലുതാണ്. അതിപ്പോൾ ചെറിയ ഒരു തുകയായിരിക്കാം, പക്ഷെ എന്നാൽ പോലും അവരുടെ ജീവിത സാഹചര്യങ്ങളെ സംബന്ധിച്ച് അത് വളരെ വലുതാണ്. ഇതാരാണ് ഈ തെറ്റുകാരൻ? സോഷ്യൽ മീഡിയയിൽ ഇതിനകം തന്നെ ട്രെൻഡിങ് ആണ് ഈ വീഡിയോ. അതുകൊണ്ട് ഒരുപാട് പേര് ആ ആൾ ആരാണെന്ന് അന്വേഷിക്കുന്നുണ്ട്. അയാൾക്കെതിരെ വലിയ രീതിയിലുള്ള വിളിയുണ്ട്. ഹിമ, അത് ശരിയാണ്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഏതൊരു ജോലി ചെയ്താലും അതിന് ചെറുതോ വലുതോ ജോലിയുടെ തരം ഏതായാലും അതിന് ശമ്പളം കൊടുക്കുക, അല്ലെങ്കിൽ ആ ചെയ്ത ജോലിക്കുള്ള കൂലി കൊടുക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായൊരു മര്യാദയാണ്. അത്തരത്തിലൊരു മര്യാദ പാലിക്കാത്ത ഒരാളാണ് നമ്മൾ ഈ വീഡിയോയിൽ മറിഞ്ഞിരിക്കുന്നത്. ശരിക്കും ആ വീഡിയോയിൽ അയാളെ കാണുന്നില്ല, അയാളെ മറിഞ്ഞിരിക്കുകയാണ് ആ ട്രെയിനിനുള്ളിൽ. ഈ യുവാവ്, ഇത് ബംഗ്ലാദേശിലെ ധാക്കയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്, ധാക്ക റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആ യുവാവ് ഒരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. അയാൾ ആ ട്രെയിനിൽ കയറി. അതിനുശേഷം ഈ യുവാവ് ഇയാൾ ജോലി ചെയ്ത പൈസയ്ക്ക് വേണ്ടി ആ ട്രെയിനിലുള്ള ആളോട് ചോദിക്കുന്നു. അപ്പോഴേക്കും ട്രെയിൻ മുന്നോട്ടെടുക്കുകയും അയാൾ പൈസ നൽകാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു. യുവാവ് ആ ട്രെയിനിൽ പിടിച്ച് താൻ ജോലി ചെയ്തതിൻ്റെ, തൻ്റെ വിയർപ്പിൻ്റെ, തൻ്റെ അധ്വാനത്തിൻ്റെ തുക ചോദിച്ചുകൊണ്ട് ആ ട്രെയിനിൽ പിടിച്ച് നടക്കുകയാണ്. ഒരാൾ ഇത്രയും, ഹിമ നേരത്തെ പറഞ്ഞതുപോലെ ഈ ട്രെയിനാണ്, ഓടുന്ന ട്രെയിനാണ്, അയാൾ ആ ട്രെയിനിൽ പിടിച്ചാണ് നടക്കുന്നത്. ആ പാളത്തിനിടയിലേക്ക്, ട്രെയിനിനും പാളത്തിനും ഇടയിലേക്കൊക്കെ വീണ് കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നൊക്കെ അറിയാം. എന്നാലും ആ ചെയ്ത ജോലിക്കുള്ള പണത്തിന് വേണ്ടി അയാൾ ഓടുന്നുണ്ടെങ്കിൽ അയാൾ അത്രയും ആ പണം അയാൾക്ക് ആവശ്യമുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അയാൾ ഓടുന്നത്. ഈ ഓടുന്ന സമയത്ത് തന്നെ വീഡിയോ എടുക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ നമ്പർ തരൂ, ഞാൻ നിങ്ങൾക്ക് പണം തരാം എന്ന് പറയുന്നുണ്ടെങ്കിൽ യുവാവ് അതൊന്നും കേൾക്കുന്നില്ല. താൻ അധ്വാനിച്ചത് അയാൾക്ക് വേണ്ടിയാണ്. തൻ്റെ അധ്വാനത്തിൻ്റെ, തൻ്റെ വിയർപ്പിൻ്റെ പൈസ അത് തനിക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ആ ബോഗിയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് എൻ്റെ പൈസ തരൂ എന്നാവശ്യപ്പെടുന്നത്. പക്ഷേ ഇതൊക്കെ കണ്ടിട്ടും മനസാക്ഷിയില്ലാത്ത ആ ഒരാൾ ആ ട്രെയിനിനകത്ത് തുടരുകയാണ്, ഓടുന്ന ട്രെയിനിൽ അയാൾ തുടരുകയാണ്. നമ്മൾ മുന്നേയും പല വീഡിയോകളും കണ്ടിട്ടുണ്ട്. ട്രെയിനിൽ സാധനങ്ങൾ വിൽക്കാൻ വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലൊക്കെ സാധനം വിൽക്കാൻ വരുന്ന ആൾക്കാരോട് സാധനം വാങ്ങിയിട്ട് എന്ത് റിസ്ക് എടുത്തും ആ പൈസ തിരിച്ചു കൊടുക്കുന്ന ആൾക്കാർ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ നല്ല മാതൃകകളാണ്. പക്ഷേ ഇത്രയും ഹൃദയശൂന്യനായ ഒരാൾ എങ്ങനെയാണ് അയാൾക്കിത് ചെയ്യാൻ കഴിയുക? അന്നന്നത്തെ അധ്വാനം കൊണ്ട് അത്താഴം കഴിക്കുന്ന, അല്ലെങ്കിൽ ആ കുടുംബത്തെ പോറ്റുന്ന ആൾക്കാരായിരിക്കും പൊതുവേ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കാണുന്നത്. അത്തരത്തിലൊരാളെ പറ്റിക്കാൻ ഇയാൾക്ക് എങ്ങനെ തോന്നി എന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചോദിക്കുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ വളരെ വൈറലാണ്. ഈ വീഡിയോ കാണുന്ന ഓരോ മനുഷ്യനും കണ്ണീരോടെ അല്ലാതെ ഈ വീഡിയോ കണ്ടു തീർക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം ദയനീയമാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അയാളുടെ ആ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എത്ര ദയനീയമായൊരു അവസ്ഥയിലൂടെയാണ് അയാൾ കടന്നു പോകുന്നതെന്നും അയാൾ എത്ര കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നതെന്നും. ഇത്തരത്തിലുള്ള ആൾക്കാരെ ശരിക്കും കണ്ടുപിടിച്ച് സത്യസന്ധമായി അധ്വാനിച്ച് ജോലി ചെയ്യുന്ന ഏതൊരു മനുഷ്യനും അത് കണ്ടാൽ ഉള്ളിലൊരു വേദന തോന്നും. ഇപ്പോൾ വഴിയരികിൽ കച്ചവടം ചെയ്യുന്ന ഏതൊരാളുടെ അടുത്ത് നിന്നും സാധനം വാങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു വിലപേശലുണ്ട്, കുറച്ചുകൂടി പൈസ കുറച്ച് തരുമെന്ന്. അതേസമയം ഒരു മാളിലൊക്കെ പോയി ആരെങ്കിലും അത് ചോദിക്കൂ? ഒരിക്കലും ഇല്ല. അതുപോലെ തന്നെയാണ് ഒരു വലിയ സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിച്ച ഹോട്ടലൊക്കെ ആണെങ്കിൽ ഇറങ്ങി പോരാൻ നേരത്തെ കാശ് കൊടുക്കാതെ ആരെങ്കിലും പോരുമോ? ഇല്ല, പിടിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. ഇതൊരു പാവം മനുഷ്യനാണോ ചോദിക്കാൻ ആരുമില്ല, പറ്റിക്കാം എന്നുള്ളൊരു ഉറച്ച മനസ്സോടെ അങ്ങ് ചെയ്തു. പക്ഷേ അയാൾക്കൊരു നിശ്ചയദാർഢ്യമുണ്ട്, പിന്നാലെ കുറേ ദൂരം ഓടി, പക്ഷെ അതിന് കഴിഞ്ഞില്ല. എന്തായാലും ഒരുപാട് പേരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ട്. ആളാരാണ്, ഈ ചെയ്ത പ്രവൃത്തി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ദൃശ്യങ്ങളൊക്കെ ഇനി പുറത്തു വരാൻ പോകുന്നതേ ഉള്ളൂ. പോലീസ് അന്വേഷണം എടുത്ത് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആളാരാണെങ്കിലും പെട്ടെന്ന് തന്നെ പിടിക്കപ്പെടട്ടെ, ആ കാശ് അധ്വാനിച്ച മനുഷ്യന് തന്നെ കിട്ടട്ടെ. ശരി.